അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിൻ്റെ അവസാനത്തെ വെള്ളിയാഴ്ച രാവും പകലും ഇതാ നമ്മളിലേക്ക് ആഗതമായിരിക്കുകയാണ്. ഇനി പരിശുദ്ധമായ മുഹറം നമ്മളിലേക്ക് കടന്നു വരുന്നു. ഈ ദുൽഹിജ്ജ മാസം വിട പറയുന്നതിന് മുമ്പ് ഒരുപാട് ദിക്റുകളും സ്വലാത്തുകളും തസ്ബീഹുകളും നമുക്ക് ചൊല്ലേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് കുറച്ച് ദിക്റുകളും സ്വലാത്തുകളും ചൊല്ലി അവസാനം ദുആ ചെയ്യാം. എല്ലാവരും ഒന്നിച്ച് ചൊല്ലുക. അള്ളാഹു നമ്മുടെ ദിക്റുകളെ സ്വീകരിക്കട്ടെ. ആമീൻ. ഒരുപാട് അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കപ്പെട്ട സ്വർഗം, ആ സ്വർഗത്തിൽ കടക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. സ്വർഗത്തെ നമ്മളെപ്പോഴും ചോദിച്ചു കൊണ്ടിരിക്കണം. നബിതങ്ങളുടെ ഒരു ഹദീസിൽ കാണാം, ഒരാൾ ഒരു ദിവസം 3 പ്രാവശ്യം സ്വർഗത്തെ ചോദിച്ച സ്വർഗം അള്ളാഹിനോട് പറയും, റബ്ബേ അവൻ എന്നെ ചോദിക്കുന്നുണ്ട്, അവനെ നീ എന്നിലേക്ക് പ്രവേശിപ്പിക്കണേ. അള്ളാഹു ആ ഗണത്തിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് കുറച്ചു നേരം നമുക്ക് സ്വർഗത്തെ ചോദിക്കാം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന, അല്ലാഹുമ്മ إني أسألك الجنة، اللهم 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 إني أسألك الجنة. ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അവനിക്ക് പാഴാക്കാൻ പറ്റാത്ത തരത്തിൽ ഒരുപാട് നന്മകൾ നിറഞ്ഞു നിൽക്കുന്ന പകലും രാവുമാണ് വെള്ളിയാഴ്ച. പ്രത്യേകിച്ച് ഈ ദുൽഹിജ്ജ മാസത്തിന്റെ വെള്ളിയാഴ്ച രാവും പകലും അവസാനത്തെ മണിക്കൂറുകൾ. അതുകൊണ്ട് ഇസ്തിഗ്ഫാർ പറഞ്ഞ് നമുക്ക് ഇൻഷാ അല്ലാഹ് ദുആ രക്കണം. ഇസ്തിഗ്ഫാർ എല്ലാവരും ഒന്നിച്ച് പറയുക. അസ്തഗ്ഫിറുല്ലാഹൽ അലീം. ഈ ഓരോ ഇസ്തിഗ്ഫാർ പറയുമ്പോഴും ചെയ്തു പോയ അബദ്ധങ്ങൾ, പാപങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വന്ന് റബ്ബേ എനിക്ക് നീ പൊരുത്തപ്പെട്ട് തരണേ എന്ന നല്ല ഒരു ഇഖ്ലാസ് മനസ്സിലുണ്ടാവണം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, 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 അസ്തഗ്ഫിറുല്ലാഹൽ അലീം,
അസ്തഗ്ഫിറുല്ലാഹൽ അദീം 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 ജദ്ദിദു ഈമാനക്കും വനവ്വിറു ഖുലൂബക്കും വസയ്യിനു അൽസിനതക്കും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിങ്ങളുടെ നാവിനെ നിങ്ങൾ നനയ്ക്കണം, നിങ്ങളുടെ ഈമാനിനെ നിങ്ങൾ വർദ്ധിപ്പിക്കണം. അള്ളാഹുവിലേക്ക് അടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല ദിക്ർ, അഫ്ളലു ദിക്ർ, അത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ദിക്റാണല്ലോ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ ദിക്ർ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് കുറച്ച് ചൊല്ലാം. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നരകത്തെ കണ്ട് ഒരുപാട് നേരം കരഞ്ഞുവെന്നാണ്. നരകത്തിൽ ഒരുപാട് സ്ത്രീകളെയാണ് നബിതങ്ങൾ കണ്ടത് എന്നാണ്. അല്ലാഹു തആല നമ്മുടെ ഉമ്മമാരെ, സഹോദരിമാരെ, ഭാര്യമാരെ, നമ്മുടെ ബന്ധുമിത്രാദികളെ, നമ്മളെ എല്ലാവരെയും കത്തിക്കാളുന്ന നരകത്തിൽ നിന്നും മോചിപ്പിക്കുമാറാവട്ടെ. നരകമോചനം അല്ലാഹു നൽകട്ടെ. നരകത്തിൽ നിന്നും മോചനം കിട്ടാൻ മുത്ത് നബി നമുക്ക് പഠിപ്പിച്ച് നൽകിയ ഒരു ദുആയുണ്ട്. ഏതാണ് ആ ദുആ? നമുക്കൊന്നിച്ച് പറയാം.
اللهم أجرني من النار 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 മഹാനായ ഇമാം ബുഖാരി തങ്ങൾ അവിടുത്തെ സ്വഹീഹുൽ ബുഖാരി അവസാനിപ്പിക്കുന്നത് ഒരു ഹദീസ് എഴുതിയിട്ടാണ്, ഒരു ഹദീസ് കൊണ്ടുവന്നിട്ടാണ്. ഏതാണ് ആ ഹദീസ് എന്നറിയോ? കെലിമത്താനി ഖഫീഫത്താനി അലൽ ലിസാൻ സഖീലത്താനി ഫിൽ മീസാൻ ഹബീബത്താനി ഇലർ റഹ്മാൻ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. അള്ളാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് വാക്കുകൾ, നാവുകൊണ്ട് പറയാൻ വളരെ ലളിതമായ രണ്ട് വാക്കുകൾ, മീസാൻ എന്ന ത്രാസിൽ വലിയ ഭാരം തൂങ്ങുന്ന വാക്കുകൾ. ഏതാണത്? സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. ഹദീസിൽ അത്രയേ ഉള്ളൂ. നമ്മൾ വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ചേർക്കുകയാണ്. വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം 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 വബിഹംദിഹി
വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. മഹാന്മാരായ ഉലമാക്കൾ അവരുടെ കിതാബുകളിൽ പഠിപ്പിക്കുന്നുണ്ട്, എല്ലാ സുബഹി നമസ്കാരത്തിനും മഗ്രിബ് നമസ്കാരത്തിനും ശേഷം ഒരുപാട് വട്ടം അധികരിപ്പിക്കേണ്ട ഒരു ദിക്റുണ്ട്. ആ ദിക്ർ പറഞ്ഞാൽ നരകം ഹറാമാണ്, സ്വർഗം നിർബന്ധമാണ്, അള്ളാഹുവിൻ്റെ തൃപ്തി നമുക്ക് എളുപ്പത്തിൽ ലഭിക്കും. ഏതാണ് ആ ദിക്ർ? നമുക്കെല്ലാവർക്കും ഒന്നിച്ച് പറയാം. اللهم اغفر لي وارحمني وتب علي 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 اللهم اغفر لي وارحمني وتب علي. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എപ്പോഴും അധികരിപ്പിക്കുന്ന ജപിതങ്ങൾ നിത്യമായി പറഞ്ഞുകൊണ്ടിരുന്ന ഒരു ദുആയാണ് റബ്ബന ആതിനാ ഫിദ്ദുന്യാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ഈ ദുആയിൽ എല്ലാം ഉണ്ട് എന്നാണ്. നമ്മുടെ ദുന്യാവും നമ്മുടെ ആഖിറവും നമ്മുടെ എല്ലാ കാര്യവും നമ്മുടെ ദീനും ദുന്യാവും ഒക്കെ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഈ ദുആ എത്രമാത്രം നമ്മൾ അധികരിപ്പിക്കുന്നോ അത്രമാത്രം വലിയ പ്രതിഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കിട്ടും. മുത്ത് നബിയുടെ ദുആയാണ് ഏത്? റബ്ബന ആതിനാ ഫിദ്ദുന്യാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار
ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار سبحان الله والحمد لله ولا إله إلا الله الله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله الله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله الله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله الله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله الله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله الله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله الله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله الله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله الله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم ഇനി നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ എന്ത് ഹലാലായ മുറാദുകൾ ഹാസിലാവണോ ആ സമയത്തൊക്കെ ഈ ദിക്ർ നമുക്ക് പറയാം. അല്ലാഹുൽ ഭരമേൽപ്പിക്കുന്ന ഒരു ദിക്റാണ്. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ 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 ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ
ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ. ഇനി നമ്മൾ പരിശുദ്ധമായ സ്വലാത്തുകളിലേക്ക് കടക്കുകയാണ്. ഇത് പരിശുദ്ധമായ ദുൽഹിജ്ജ മാസമാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും അവിടുത്തെ കുടുംബത്തെയെല്ലാം നമ്മൾ ഓർമ്മിക്കുന്ന, ഹജ്ജിലൂടെയും ഉളഹിയത്തിലൂടെയൊക്കെ ഓർമ്മിക്കുന്ന ഒരു സുന്ദരമായ നിമിഷത്തിലാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും മനസ്സറിഞ്ഞ് ഈ ഒരു ഇബ്രാഹിമിയ സ്വലാത്ത് പറയാം. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഇത് നമ്മൾ സാധാരണ മദ്രസകളിലൊക്കെ പഠിക്കുന്ന ഇബ്രാഹിമിയ സ്വലാത്താണ്. പക്ഷെ ചില ആളുകൾ ഈ ഒരു സ്വലാത്ത് വേറെ രൂപത്തിലൊക്കെ ആയിരിക്കും പഠിച്ചു വെച്ചിട്ടുണ്ടാവുക. ഇബ്രാഹിമിയ സ്വലാത്ത് ഏത് രൂപത്തിൽ പറഞ്ഞാലും നമുക്ക് പ്രതിഫലമാണ്. ഇപ്പോൾ ഞാനിവിടെ പറഞ്ഞത് സാധാരണ നമ്മൾ നിസ്കാരത്തിലൊക്കെ വേഗത്തിൽ നമ്മൾ ഓതിപ്പോകുന്ന ആ ഒരു ഇബ്രാഹിമിയ സ്വലാത്താണ് നമ്മളിവിടെ പറയുന്നത്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد
കമാ സല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. ഇൻഷാ അല്ലാഹ് അവസാനമായി നമുക്ക് കുറച്ച് സ്വലാത്തും കൂടി പറഞ്ഞ് നമുക്ക് ദുആയിലേക്ക് പ്രവേശിക്കാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 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 സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم. അല്ലാഹു തആല നമ്മളിൽ നിന്നും ഈ പറയപ്പെട്ട മുഴുവൻ ദിക്റുകളും സ്വലാത്തുകളും എല്ലാം അല്ലാഹു തആല അതിൻ്റെ പോരായ്മകൾ പരിഹരിച്ച് കബൂലാക്കുമാറാവട്ടെ. ഒരുപാട് മുഅ്മിനീങ്ങൾ ഒരുപാട് ആവശ്യങ്ങൾ പറഞ്ഞു ദുആ വസിയത്ത് പറയാറുണ്ട്, കമന്റിൽ രേഖപ്പെടുത്താറുണ്ട്. എല്ലാ കമന്റും വായിക്കുന്നുണ്ട്. അതിന് പ്രത്യേകം മറുപടി തരാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് മൊത്തത്തിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആയിൽ ഉൾപ്പെടുത്തുന്നത്. അല്ലാഹു നമ്മുടെ ദുആയിനെ, നമ്മുടെ ഈ സംഗമത്തെ സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد അർഹമുർ റഹീമീനായ റബ്ബേ, ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ സംഗമത്തെ നീ ഖബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ തൗബയെ നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, മഹാനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരുപാട് കരഞ്ഞ് തൗബ ചെയ്തല്ലോ റബ്ബേ. ആ തൗബ നീ ഖബൂലാക്കിയല്ലോ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളും തൗബ ചെയ്യുകയാണ്. ഒരുപാട് അബദ്ധങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുണ്ട്. ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായി അറിഞ്ഞും അറിയാതെയും ഒറ്റക്കും കൂട്ടായും ഒരുപാട് പാപങ്ങൾ ചെയ്തിട്ടുണ്ട്. എല്ലാ പാപങ്ങളും നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാഹ്. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റഹ്മാനേ, പടച്ചവനെ, ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ
പോയവർക്ക് നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ, മർഹമത്ത് നൽകണേ അല്ലാ. ഇതിന് ആമീൻ പറയുന്ന ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്. ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ നിന്നും മരണപ്പെട്ടു പോയ ഞങ്ങളുടെ ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്, ഞങ്ങളുടെ ഭാര്യമാര്, ഞങ്ങളുടെ ഭർത്താക്കന്മാര്, ഞങ്ങളുടെ മക്കള്, ഞങ്ങളുടെ ബന്ധുമിത്രാദികള്, സഹോദരി സഹോദരന്മാര്, ഞങ്ങളുടെ ഭാര്യയുടെ ഉമ്മമാര്, വാപ്പമാര്, അങ്ങനെ ഒരുപാട് മുഅ്മിനീങ്ങൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. റഹ്മാനെ എല്ലാവർക്കും നീ സ്വർഗം നൽകണേ അല്ലാ. അതുപോലെ ഏതെല്ലാം പ്രശ്നങ്ങളിൽ പ്രതിസന്ധികളിൽ മരണപ്പെട്ടു പോയ മുഅ്മിനീങ്ങളുണ്ടോ എല്ലാവർക്കും നീ ശുഹദാക്കളുടെ പ്രതിഫലം നൽകണേ അല്ലാ. അല്ലാഹുവേ ലോക മുസൽമാന് നീ പൊരുത്തപ്പെട്ടു കൊടുക്കണേ റഹ്മാനെ. മുസൽമാന് നീ ഇസ്സത്തിലാക്കണേ അല്ലാ. അല്ലാഹുവേ നിനക്ക് പൊരുത്തപ്പെട്ട ഒരു സദസ്സിലാണ് ഞങ്ങളുള്ളത്. ഞങ്ങൾ ഒരുപാട് ദിക്റുകൾ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് സ്വലാത്തുകൾ പറഞ്ഞിട്ടുണ്ട്. റബ്ബേ എല്ലാം നീ ഖബൂലാക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ഇതിന്റെ എല്ലാം പ്രതിഫലം ഞങ്ങൾക്ക് ദുനിയാവിലും നാളെ ആഖിറത്തിലും നിറച്ച് നൽകണേ അല്ലാ. റഹ്മാനെ ഒരുപാട് മുഅ്മിനീങ്ങൾ ഒരുപാട് ദുആ വസിയത്ത് പല സന്ദർഭങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ വീഡിയോകൾക്ക് താഴെ ആരെല്ലാം എന്തെല്ലാം കമന്റുകൾ ഏതെല്ലാം പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുണ്ടോ, ഏതെല്ലാം മുറാദുകൾ പറഞ്ഞിട്ടുണ്ടോ, എല്ലാ പ്രശ്നങ്ങളും നീ മാറ്റണേ അല്ലാ. ഹലാലായ മുറാദുകൾ എല്ലാവരുടെയും നീ ഹാസിലാക്കണേ അല്ലാ. എല്ലാ വിഷമങ്ങളും നീ മാറ്റണേ അല്ലാ. രോഗങ്ങൾ നീ ശിഫയാക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ നീ കാക്കണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ അല്ലാ. ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള മക്കളിൽ നീ സ്വലാഹിയത്ത് നിറച്ച് നൽകണേ അല്ലാ. വീടില്ലാത്തവര്, ജോലിയില്ലാത്തവര്, റഹ്മാനെ നല്ല വാഹനമില്ലാത്തവര്, ഒരുപാട് കഷ്ടപ്പെടുന്നവര് എല്ലാവർക്കും നീ ഖൈറായത് ഖൈറായ സമയത്ത് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ കടക്കാരായി ഞങ്ങളെ നീ മരിപ്പിക്കല്ലേ റഹ്മാനെ. മരിക്കുന്ന സമയത്ത് ഈമാൻ കാമിലായി നല്ല ഈമാനോടെ ഇഖ്ലാസോടെ തഖ്വയോടെ പുഞ്ചിരിച്ചുകൊണ്ട് കലിമ പറഞ്ഞു മരിക്കാൻ ഞങ്ങൾക്കെല്ലാവർക്കും നീ തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ ഈ സംഗമം, ഞങ്ങളുടെ ഈ ദിക്റിന്റെ അതുപോലെ തന്നെ ഈ ഇൽമിന്റെ ഓരോ ക്ലാസ്സുകൾ കേൾക്കുന്ന, അതിൽ ദുആ ചെയ്യാൻ പറയുന്ന എല്ലാവർക്കും റബ്ബേ സ്വർഗ്ഗത്തിൽ നിന്റെ മുത്തുനബി മുഹമ്മദ് മുസ്തഫ തങ്ങളോടൊപ്പം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുമിച്ച് കൂടാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ഞങ്ങളുടെ കുടുംബത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ, ഭാര്യ സന്താനങ്ങൾ, ഭർത്താക്കന്മാര്, കൂട്ടുകുടുംബാദികൾ എല്ലാവരിലും നീ ഖൈറ് നൽകണേ അല്ലാ. ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ നീ ഖൈറ് നൽകണേ അല്ലാ. കള്ളക്കേസിൽ അകപ്പെട്ടു പോയ ഒരുപാട് ആളുകളുണ്ട്. എല്ലാവർക്കും നീ സലാമത്ത് നൽകണേ അല്ലാ. കച്ചവടങ്ങൾ, ബിസിനസ്, അതുപോലെ തന്നെ എല്ലാ കാര്യത്തിലും നീ ബറക്കത്ത് നൽകണേ അല്ലാ. മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകൾക്കും നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ പ്രകൃതി ദുരന്തങ്ങളെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളെയോ ഞങ്ങളുടെ മക്കളെയോ ഈ ആധുനിക കാലത്തിന്റെ ചപ്പ് ചവറ് ചണ്ടുകളായി പോകുന്നതിന് തൊട്ട് കാക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ എല്ലാ വിധത്തിലുള്ള ആഭാസങ്ങളെ തൊട്ടും നീ രക്ഷപ്പെടുത്തണേ റഹ്മാനെ. കഞ്ചാവിന്റെ അടിമകളാകുന്ന, മയക്കുമരുന്നിന്റെ അടിമകളാകുന്ന, മദ്യപാനികളാകുന്ന, അശ്ലീല പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനെ തൊട്ട് ഞങ്ങളെയോ ഞങ്ങളുടെ മക്കളെയോ ഞങ്ങളുടെ മക്കളെയും നീ കാക്കണേ അല്ലാ. അല്ലാഹുവേ ദീനിൽ നിന്നും തെറ്റിപ്പോകുന്ന നിരീശ്വരവാദത്തിലേക്ക്, യുക്തിവാദത്തിലേക്ക് ഇന്ന് യുവസമൂഹം പോയിക്കൊണ്ടിരിക്കുകയാണ് റബ്ബേ. ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും സന്താന പരമ്പരകളെയും ബന്ധുമിത്രാദികളെയും അത്തരത്തിലുള്ള എല്ലാവിധ ശർറിനെ തൊട്ടും നീ കാക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ നീ വേഗം മരിപ്പിച്ച് ഞങ്ങളുടെ മക്കളെ നീ യതീമീങ്ങളാക്കല്ലേ അല്ലാ. ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും ദുനിയാവിലും നാളെ ആഖിറത്തിലും സന്തോഷം നൽകണേ അല്ലാ. അല്ലാഹുവേ മാറാ വ്യാധികളെ തൊട്ട്, കൊറോണ പോലെ, അതുപോലെ തന്നെ ക്യാൻസർ പോലെ, എയ്ഡ്സ് പോലെ, ബ്രെയിൻ ട്യൂമർ പോലെ എന്തെല്ലാം അസുഖങ്ങളുണ്ടോ ചെറുതും വലുതുമായ മുഴുവൻ രോഗങ്ങളെ തൊട്ടും നീ കാക്കണേ അല്ലാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. والحمد لله رب العالمين بحق صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد
സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. അല്ലാഹു തആല നമ്മുടെ സദസ്സിനെ സ്വീകരിക്കട്ടെ, നമ്മുടെ ദുആയിനെ ഖബൂലാക്കട്ടെ. എല്ലാവരും പ്രത്യേകമായി എല്ലാവർക്കും വേണ്ടി ദുആ രക്കണം.